തിരികെ ആലപ്പുഴ മാന്നാറിലേക്കൊന്ന് പോകാം. അവിടെ കാണാതായ കലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, കൊല്ലപ്പെട്ടതെന്ന് സംശയിക്കുന്ന കലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. കലയുടെ മാതൃ സഹോദരിയുടെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പോകാം. അവർ തന്നെ അവർ സഹോദരങ്ങൾ തമ്മിൽ ചേട്ടനിയ മക്കളാണ്. ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്നത് ആരും അന്യ പിള്ളേരല്ല. ഒന്ന് അളിയന്, 3 പേര് ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ, ഒരുത്തനെ അവിടെ ഭർത്താവ്. അതുകൊണ്ട് കൊന്നെന്ന് പറയുന്നത് നമുക്കിതൊന്നും അറിയാൻ വയ്യ. അന്ന് ഞാൻ പറയുന്നുണ്ട് അവൾ ജീവിച്ചിരിക്കില്ല. നമ്മുടെ അച്ഛൻ മരിച്ചപ്പോൾ അവൾ വന്നില്ല. അവിടെ മോനിപ്പോൾ 17 വയസ്സായി, എന്നിട്ടും അവൾ വന്നില്ല കാണാൻ. അവൾ ജീവിച്ചിരിപ്പോട്ടെ, എങ്ങനെയെങ്കിലും ഇവിടെ ആയിരുന്നെങ്കിലും അവൾ വന്ന് കണ്ടേനും. അപ്പോൾ അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പാണ് എനിക്ക്. മറ്റുള്ളവർ ഇപ്പോഴാണ് അറിയുന്നത് അവൾ ജീവിച്ചിരിപ്പില്ല, അവൾ ആരുടെയും കൂടെ സ്നേഹിച്ചും പോയുമില്ല. ഇവരെല്ലാം ഇതൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ച് അവർ തന്നെ അവളെ കൊന്നു. ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സെപ്റ്റി ടാങ്കിൽ കൊന്നിട്ടെന്നും കാറേ വെച്ച് കൊന്നെന്നും ഒക്കെ ഞങ്ങളിപ്പോൾ അറിയും. വിനയ തുടരുന്നുണ്ട്. വിനയ, വളരെ നിർണായകമായൊരു പ്രതികരണമാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടത്. കലയെ സംബന്ധിച്ച് 15 വർഷം മുൻപ് കാണാതായി. കലയുടെ മാതാപിതാക്കൾ മരിച്ചു, കല വന്നില്ല. കലയുടെ മകന് 17 വയസ്സായി, കല വന്നില്ല. അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നതായിട്ടാണ് മാതൃ സഹോദരി പറയുന്നത്. സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയല്ലേ? തീർച്ചയായും ലവീഷ്, സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കലയുടെ മാതൃ സഹോദരിയാണ് ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കല നേരത്തെ തന്നെ മരിച്ചതായിട്ട് തനിക്ക് സംശയം ഉണ്ടായിരുന്നുവെന്നാണ് ഇവർ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ കൊലയിൽ പ്രധാനമായിട്ടും കസ്റ്റഡിയിലുള്ള ഈ 4 പേര് പ്രധാനമായിട്ടും ഈ അനിലിൻ്റെ അനിയനും കൂടാതെ ചേട്ടത്തിയുടെ മക്കളുമാണെന്നാണ് പ്രധാനമായും പറയുന്നത്. കൂടാതെ മകന് 17 വയസ്സായി. 17 വർഷത്തിനിടെ ഒരിക്കൽ പോലും കല വന്നിട്ടില്ല. അപ്പോൾ തന്നെ തങ്ങൾക്കറിയാമായിരുന്നു കല ജീവനോടെ ഇല്ല എന്ന് തങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് പ്രധാനമായും ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സ്ഥലത്ത് ഇനി അന്വേഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ 2ാമത്തെ സെപ്റ്റി ടാങ്കിൻ്റെ പരിശോധനയും ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. ആദ്യത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ 2ാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടം എന്ന് കരുതുന്ന വസ്തുക്കൾ പോലീസ് എന്തായാലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2ാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധനയും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരു സെപ്റ്റി ടാങ്ക് പരിശോധന മാത്രമാണ് നടക്കാനുള്ളത്. എന്തായാലും 3 സെപ്റ്റി ടാങ്കുകളാണ് പ്രധാനമായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നത്. അതിൽ ഏകദേശം അന്വേഷണം അല്ലെങ്കിൽ നാടകീയ രംഗങ്ങൾക്കൊരു പരിസമാപ്തി ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. 1ാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ കാര്യമായിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും 2ാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ 1ാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ വസ്തുക്കൾ ലഭിച്ചിരുന്നു. ഈ മൃതദേഹാവശിഷ്ടം എന്ന രീതിയിലുള്ള വസ്തുക്കൾ ലഭിച്ചിരുന്നു. എന്നാൽ 2ാമത്തെ സെപ്റ്റി ടാങ്ക് പരിശോധിച്ചപ്പോൾ കാര്യമായിട്ടുള്ള ഒന്നും ലഭിച്ചിരുന്നില്ല. ഇനി 3ാമത്തെ സെപ്റ്റി ടാങ്കാണ് പരിശോധിക്കാൻ പോകുന്നത്. വലിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. പരിശോധനയായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. ചെറിയ തുമ്പാണെങ്കിൽ പോലും പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നാണ് പോലീസ് പ്രധാനമായും കരുതുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള സൂക്ഷ്മ പരിശോധന തന്നെയാണ് നടത്തുന്നത്. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട്. ഫോറൻസിക് സംഘവും കൂടാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് അവർ പ്രതികരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രധാനമായിട്ടും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിലോ പോലും അറിയിക്കാതെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ പ്രധാനമായും പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ നാടകീയ രംഗങ്ങൾക്ക് ഒരു അവസാനമാവാൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി കൂടുതൽ വിവരങ്ങളും പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം ഇനി ഇരുട്ടുന്നതിന് മുൻപ് തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസും അല്ലെങ്കിൽ ഫോറൻസിക് സംഘവും. സ്ഥലത്ത് പോലീസും ഫോറൻസിക് സംഘവും എത്തിയിട്ടുണ്ട്. അവരും പരിശോധന ഈ തുടക്കം മുതൽ തന്നെ ഏകദേശം 3 മണിക്കൂർ ആകാൻ പോകുമ്പോഴും ഈ വലിയ രീതിയിലുള്ള വെള്ളം പോലും കുടിക്കാതെയുള്ള രീതിയിലുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും 3 മാസം മുൻപ് പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ലഭ്യമായ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അവർ തന്നെ അവർ സഹോദരങ്ങൾ തമ്മിൽ ചേട്ടനിയ മക്കളാണ്. ഇപ്പോൾ ഈ കൂടെ നിൽക്കുന്നത് ആരും അന്യ പിള്ളേരല്ല. ഒന്ന് അളിയന്, 3 പേര് ചേട്ടൻ്റെ അനിയൻ്റെ മക്കൾ, ഒരുത്തനെ അവിടെ ഭർത്താവ്. അതുകൊണ്ട് കൊന്നെന്ന് പറയുന്നത് നമുക്കിതൊന്നും അറിയാൻ വയ്യ. അന്ന് ഞാൻ പറയുന്നുണ്ട് അവൾ ജീവിച്ചിരിക്കില്ല. നമ്മുടെ അച്ഛൻ മരിച്ചപ്പോൾ അവൾ വന്നില്ല.
അവിടെ മോനിപ്പോൾ 17 വയസ്സായി, എന്നിട്ടും അവൾ വന്നില്ല കാണാൻ. അവൾ ജീവിച്ചിരിപ്പുണ്ടേ എങ്ങനെയെങ്കിലും ഇവിടെ ആയിരുന്നെങ്കിലും അവൾ വന്ന് കണ്ടേനും. അപ്പോൾ അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഉറപ്പാണ് എനിക്ക്. മറ്റുള്ളവർ ഇപ്പോഴാണ് അറിയുന്നത് അവൾ ജീവിച്ചിരിപ്പില്ല, അവൾ ആരുടെയും കൂടെ സ്നേഹിച്ചും പോയുമില്ല. ഇവരെല്ലാം ഇതൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ച് അവർ തന്നെ അവളെ കൊന്നു. ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സെപ്റ്റി ടാങ്കിൽ കൊന്നിട്ടെന്നും കാറേ വെച്ച് കൊന്നെന്നും ഒക്കെ ഞങ്ങളിപ്പോൾ അറിയും.